എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. A+ വിന്നേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. +1 ബിസിനസ് സ്റ്റഡീസിന്റെ രണ്ടാമത്തെ അധ്യായത്തിലെ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. A+ വിന്നേഴ്സിന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും എളുപ്പം ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളും മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ അതിന് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്: ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന് സാധാരണയായി ഉള്ള ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ്സുകളാണ് ഇന്ന് സാധാരണ നമുക്ക് കാണാൻ കഴിയുന്നത്? നമ്മുടെ ചുറ്റും പല രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. അതിലേതൊക്കെയാണ് നമ്മുടെ എന്തൊക്കെ കാറ്റഗറിയിലാണ് അത് ഉൾക്കൊള്ളുന്നത്? നമ്മൾ നോക്കുമ്പോൾ ഇതിനെല്ലാം കാണുന്ന ഒരേ രൂപത്തിലൊക്കെ തന്നെ ഇതെല്ലാം കച്ചവടമാണെന്നൊക്കെ പറയും. പക്ഷെ അതെങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോ ശ്രമിക്കുന്നത്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ നിന്നാണ് പിന്നീട് ഏകദേശം 30ഓളം ക്ലാസ്സുകൾ ഇതിനെ തൊട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. മനസ്സിലാകുവാൻ വേണ്ടി ഈ വീഡിയോ കൂടുതൽ ശ്രദ്ധയോടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ്റെ there are 5 forms of business enterprises in the private sector. പ്രൈവറ്റ് സെക്ടറിൽ പ്രധാനമായും 5 തരം ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? 1. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. 2. പാർട്ട്ണർഷിപ്പ്. 3. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. 4. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. 5. കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത്രയുമാണ് അടിസ്ഥാനപരമായി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള. അടിസ്ഥാനപരമായി കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്ത് അതിനെ നമുക്ക് മനസ്സിലാക്കണം. ഓരോന്നും എന്താണെന്ന് മാത്രം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 30ഓളം വീഡിയോകൾ നമ്മൾ ഇതിന് തൊട്ട് പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചെറിയ 5 മിനിറ്റ് 6 മിനിറ്റുള്ള വീഡിയോകൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്തെന്ന് നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്: എ ബിസിനസ് വിച്ച് ഈസ് ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ഈസ് നോൺ ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒരു വ്യക്തി അതിൻ്റെ ഉടമസ്ഥനായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതിലേക്ക് പണം കൊണ്ടുവരുന്നതും അതിൻ്റെ ലാഭം എടുത്തുകൊണ്ട് പോകുന്നതും അതിൻ്റെ നിയന്ത്രണങ്ങളും എല്ലാം അയാൾ തന്നെ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ദ പേഴ്സൺ ഹു ഓൺഡ് ദിസ് ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് കോൾഡ് സോൾ ട്രേഡർ. ഇങ്ങനെ ബിസിനസ് നടത്തുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് സോൾ ട്രേഡർ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. സ്ഥിരമായി കാണുന്ന, സാധാരണയായി എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഓർഗനൈസേഷനാണ് ഈ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. എവിടെ നോക്കിയാലും, നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന ബിസിനസ് ഓർഗനൈസേഷനാണ് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ. നമ്മുടെ ജംഗ്ഷനിൽ, നമ്മൾ താമസിക്കുന്ന സിറ്റിയിലും ടൗണിലും ഒക്കെ നമ്മൾ നോക്കിയാൽ ഇപ്രകാരമുള്ള ബിസിനസ് ഓർഗനൈസേഷനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മലയാളം പറഞ്ഞാൽ ഏകാംഗ വ്യാപാരം എന്ന് തന്നെ. ഏകാംഗ വ്യാപാരം, ഒറ്റ വ്യക്തി തന്നെ നടത്തുന്ന വ്യാപാരമാണ്. ഇനി രണ്ടാമത്തേതിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തേത് പാർട്ട്ണർഷിപ്പാണ്. മറ്റേത് ഏകാംഗമായിരുന്നെങ്കിൽ ഇത് പങ്കാളിത്ത വ്യാപാരമാണ്. പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ദ മെയിൻ എയിം ടു റൺ എ ബിസിനസ് ആൻഡ് ഷെയർ ദ പ്രോഫിറ്റ് ഇൻ എഗ്രീഡ് റേഷ്യോ. നേരത്തേത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഇവിടെ പങ്കാളികളാണ്. പലരും ചേർന്ന് ഒരു ബിസിനസ് ആരംഭിക്കുക, അതിൻ്റെ ലാഭം അവർ തീരുമാനിച്ചിരിക്കുന്ന രൂപത്തിൽ പങ്കിട്ടെടുക്കുക. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള അർത്ഥം. നമുക്കിതും അറിയാം. 2 or 3 പേര് ചേർന്നിട്ട് ഒരുപോലെ പൈസ കൊണ്ടുവന്നിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് അതിൻ്റെ ലാഭം അവർ പങ്കിട്ടെടുക്കും. ഇനി അതിൻ്റെ ഡെഫിനിഷൻ: ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 കൃത്യമായി അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു. Partnership is the relation between 2 or more persons who have agreed to share the profit of a business carried on by all or any one of them acting for all. ശ്രദ്ധിച്ചേ. Partnership is the relation between 2 or more persons. 2 അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. എന്ത് ബന്ധമാണ് അവർ തമ്മിലുള്ളത്? Who have agreed to share profit of a business. ഒരു സ്ഥാപനത്തിൻ്റെ ലാഭം അവർ പങ്കിട്ടെടുക്കാമെന്ന് തീരുമാനിച്ചു. പങ്കിട്ടെടുക്കുന്ന ഏത് റേഷ്യോ ആണെന്നുള്ളത് അവർ തമ്മിലാണ് തീരുമാനിക്കുന്നത്. എനിക്ക് 50%, നിനക്ക് 50% ആണോ? എനിക്ക് 60%, നിനക്ക് 40% ആണോ? അത് നമ്മളെല്ലാവരും ചേർന്ന് 25% വീതം 4 പേര് ചേർന്നാണോ? അതൊക്കെ അവരുടെ തമ്മിലുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കും. ക്യാരിഡ് ഓൺ ബൈ ഓൾ, അതായത് ആ ബിസിനസ് എല്ലാവരോടും ചേർന്ന് നടത്തുന്നോ, ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, എല്ലാവർക്കും വേണ്ടി ഒരാൾ ആ ബിസിനസ് നടത്തുന്നു. ഇത് കൂട്ടുകാർ
കൃത്യമായിട്ടൊന്ന് കാണാൻ പഠിച്ചാൽ നല്ലതായിരിക്കും. കാരണം 8 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഇത് അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പോലെ എഴുതി വെച്ചാൽ നല്ല പോലെ മാർക്ക് ലഭിക്കുവാനായിട്ട് ഇടയുണ്ട്. ഇനിയും ഓണർ ഓഫ് ദ partnership are collectively owners of the partnership are collectively called as firm and individually called as partners. അതിൻ്റെ ഓണർഷിപ്പിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേര് ഫേം എന്നാണ്. എന്നാൽ വ്യക്തികളെ വിളിക്കുന്ന പേര് പാർട്ട്ണർ എന്നുമാണ്. The name under which the business is carried on is known as firm name. അതുകൊണ്ട് തന്നെ ഇതൊരു ഫേം നെയിമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് സ്ഥിരമായി നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാമ്പത്തികമായി ഒരുപാട് ഇല്ലാത്തവർ, അതായത് മുഴുവൻ പൈസയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇല്ലാത്തവർ, അവർ ബിസിനസ് തുടങ്ങുമ്പം സ്വാഭാവികമായും മറ്റൊരാളുടെ സഹായം കൂടെ തേടും. അങ്ങനെ സഹായം തേടി നടത്തുന്ന ബിസിനസ് ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതെന്നൊക്കെ അവർ തമ്മിലാണ് തീരുമാനിക്കുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്തുള്ള ഒരു 4-5 വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂട്ടുകാർക്ക് പഠിക്കാനിടയാകട്ടെ. അടുത്തത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, JHF അല്ലെങ്കിൽ HUF. ഈ 2 ഷോർട്ട് ഫോമും കൂട്ടുകാർ പഠിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. HUF അല്ലെങ്കിൽ JHF. JHF അല്ലെങ്കിൽ HUF, Joint Hindu Family Business, Hindu Undivided Family Business. It refers to a form of organization wherein the business is owned and carried on by the members of the Hindu Undivided Family. ഇതൊരു പ്രത്യേക തരം ബിസിനസ്സാണ്. ഹിന്ദു കൂട്ടുകുടുംബം എന്ന് പറയും. ഗ്രഹനാഥനും മറ്റെല്ലാവരും ഒരുമിച്ച് താമസിക്കുകയും അവരൊരുമിച്ച് ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെ ടൈപ്പ് ഓഫ് ബിസിനസ്സിനെ പറയുന്ന പേരാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ള ഇത്, അങ്ങനെയുള്ള ബിസിനസ്. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ ഹിന്ദു ലോ. ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് ഇൻ ദ ബിസിനസ് ഈസ് ബർത്ത് ഇൻ എ പെർട്ടിക്കുലർ ഫാമിലി ആൻഡ് 3 successive generation ക്യാൻ ബി മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി. ഒരാൾ ഒരു മെമ്പർ ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അതിനകത്ത് ജനിച്ചാൽ മതി, ആ കുടുംബത്തിൽ ജനിച്ചാൽ മതി. അതുപോലെ തന്നെ പിന്തുടർച്ചയിലുള്ളവരെല്ലാം അതിൻ്റെ ബിസിനസ്സിൻ്റെ മെമ്പേഴ്സായിട്ട് മാറുന്നു. ജനിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ വ്യവസ്ഥയിൽ മെമ്പറായി മാറുന്നു എന്ന് അർത്ഥം. ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന്, ഒരു ഹൈന്ദവ മതപ്രകാരമുള്ള കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ബിസിനസ്സാണ്. This business is controlled by the head of the family who is the eldest member and is called Karta. ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയായിരിക്കും ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്. ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് കർത്ത. ഇത് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അങ്ങ് ഓർത്തോണം. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് പറയും, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ബിസിനസ് പറയും. ഹിന്ദു നിയമപ്രകാരമാണ് ഇത് ഭരിക്കപ്പെടുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ചേർന്ന്, ഹിന്ദു കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ചേർന്ന് നടന്ന ബിസിനസ്സാണ്. ഒരു വ്യക്തി ജനിക്കുന്നതോടെ ആ ഫാമിലിയിൽ മെമ്പർ ആവുന്നു, തന്മൂലം അദ്ദേഹം ബിസിനസ്സിലെ മെമ്പർ ആവുന്നു. ഈ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ്. അദ്ദേഹത്തെ വിളിക്കുന്ന പേര് കർത്ത എന്നാണ്. ഓൾ മെമ്പേഴ്സ് ഹാവ് ഈക്വൽ ഓണർഷിപ്പ് റൈറ്റ് ഓവർ ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ancestor ആൻഡ് ദേ ആർ നോൺ ആസ് കോ-പാർട്ട്നേഴ്സ്. ഇതിൽ ബാക്കിയുള്ള മെമ്പേഴ്സിനെല്ലാം തുല്യമായ അവകാശമുണ്ട്. അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേര് കോ-പാർട്ട്നേഴ്സ് എന്നാണ്, അല്ല കോ-പാർട്ട്നേഴ്സ് അല്ല, കോ-പാർട്ട്നേഴ്സ്, PARCENERS. അത് മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഫാമിലി, ഒരു ടൈപ്പ് ബിസിനസ് ഉണ്ട്. അത് ഹിന്ദു കുടുംബത്തിൽപ്പെട്ടവർക്കുള്ളതാണ്. അടുത്തത് 4-മത്തേത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഈ സ്ലൈഡിനകത്ത് കുറേ ഇൻഫർമേഷൻസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂട്ടുകാർക്ക് എളുപ്പം അത് വായിച്ചെടുക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. എ കമ്പനി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിംഗ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പർപ്പസ്, സക്സഷൻ ആൻഡ് എ കോമൺ സെയിൽ. ഒരു വ്യക്തിയല്ല കമ്പനി എന്ന് പറഞ്ഞ, ഒരു വ്യക്തിയല്ല. മറ്റേതെല്ലാം ഒരു വ്യക്തികൾക്ക് അതിന് സ്വാധീനം ഉണ്ടെങ്കിലും കമ്പനി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല, അതിന് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ഉള്ളത്. വ്യക്തികളിൽ നിന്ന് മാറി ഒരു എൻറ്റിറ്റി അതിനുണ്ട്.
പെർപ്പച്വൽ സെഷൻ, പിന്തുടർച്ചാവകാശമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം എന്ന് പറയുന്ന ഒരു കോമൺ സീലായിരിക്കും. The company form of organization is governed by the Companies Act 2013 as per section 220 of Act 2013. A company means company incorporated under this act or any other previous Companies Act. Companies Act എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടുകാർ എഴുതേണ്ടത് 1956 ആണ്. 1956 ആണ് കമ്പനീസ് ആക്ട്. ഇത് പിന്നീട് അതിൻ്റെ ഫോം ചെയ്തു വന്നതാണ് 2013 എന്ന് പറയുന്നത്. The company form of organization is governed by the Companies Act 2013. അമെൻഡ് ചെയ്ത് പുതുതായി രൂപം കൊടുത്താണ് 2013 എന്ന് പറയുന്നത്. എ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനി ഇൻകോർപ്പറേറ്റ് അണ്ടർ ദിസ് ആക്ട്, ഇതിൻ്റെ നിയമപ്രകാരം ഭരിക്കപ്പെടുന്ന കമ്പനി ആയിരിക്കണം. ഇൻ ജനറൽ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫോർ കോമൺ ഒബ്ജക്റ്റീവ്. കുറേ ആളുകളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ് ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടി, കോമൺ ഒബ്ജക്റ്റിന് വേണ്ടി. The total capital of a company is known as share capital. കമ്പനിയുടെ മൂലധനത്തിന് വിളിക്കുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കും. കമ്പനിയുടെ മൊത്തം മൂലധനത്തെ ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ യൂണിറ്റ് കാൾഡ് ഷെയർസ്. ചെറിയ ചെറിയ യൂണിറ്റ്സ് ആക്കി അതിനെ വിളിക്കുന്ന പേരാണ് ഷെയർസ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു ഹോൾഡ് ദ ഷെയർസ് ആർ നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ്. ഇത് ആരുടെ കയ്യിലിരിക്കുന്നു, ഷെയർസ് ആരുടെ കയ്യിലിരിക്കുന്നു അവരെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ്. They are the real owners of the company. കമ്പനിയുടെ യഥാർത്ഥ അവകാശികൾ അവരാണ്. ഇൻ ഇന്ത്യ കമ്പനീസ് ആക്ട് ആർ ഫോംഡ് അണ്ടർ കമ്പനീസ് ആക്ട് ഓഫ് 1956. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് എല്ലാം നിയമിക്കപ്പെടുന്നത് കമ്പനീസ് ആക്ട് 1956 അടിസ്ഥാനത്തിലാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. ഇപ്പോൾ 1 ലക്ഷം രൂപ മൂലധനമുള്ള ഒരു കമ്പനിയാണ്. ആ മൊത്തം 1 ലക്ഷം രൂപയെ വിളിക്കുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ. കമ്പനിയുടെ മൂലധനത്തെ വിളിക്കുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ. അത് 100 പേരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, ആ 100 പേർക്കായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ആ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഷെയർ. ആരുടെ കയ്യിലാണോ ഈ ഷെയർ ഇരിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ ആരുടെ കയ്യിലൊക്കെ ഷെയർ ഇരിക്കുന്നു അവരെ ആണ് അതിൻ്റെ റിയൽ ഓണേഴ്സ്, കമ്പനിയുടെ റിയൽ ഓണേഴ്സ്. പക്ഷേ അവരുടെ എക്സിസ്റ്റൻസ്, കമ്പനിയുടെ എക്സിസ്റ്റൻസ് ഇവരുടെ എക്സിസ്റ്റൻസുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് കൂടുതൽ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. Cooperative society is a voluntary organization of persons who join together with the motive of welfare of the members. അതിലെ അംഗങ്ങളുടെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങളുടെ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് മീൻസ് ടു വർക്ക് ടുഗദർ, ഒരുമിച്ച് പ്രവർത്തിക്കുക. അതാണ് കോപ്പറേറ്റീവ് എന്ന വാക്കിനർത്ഥം. ദിസ് ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇൻ വിച്ച് പീപ്പിൾ ഓഫ് കോമൺ ഇൻട്രസ്റ്റ് കം ടുഗദർ ടു വർക്ക് ടു എൻഹാൻസ് their monetary benefits. ഈ ഒരേ താല്പര്യമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുകയും അവരൊരുമിച്ച് ഒരു സൊസൈറ്റി ഫോം ചെയ്യുകയും അവരുടെ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടി അവർ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. വേറെ ആർക്കും അതുകൊണ്ടുള്ള പ്രയോജനങ്ങളൊന്നുമില്ല. അവരവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് ആൻഡ് ഇറ്റ് എയിംസ് ആർ അക്കംപ്ലിഷ്ഡ് ത്രൂ സെൽഫ് ഹെൽപ്പ് ആൻഡ് കളക്റ്റീവ് എഫേർട്ട്. സ്വയം സഹായിക്കുക, സ്വയം സഹായ സംഘം എന്നാണ് പറയുന്നത്. ഒരുമിച്ച് ആളുകൾ കൂടി ബെനിഫിറ്റുകൾ പങ്കിട്ടെടുക്കാൻ വേണ്ടി സ്വയം സഹായിക്കുക. അങ്ങനെ സ്വയം സഹായിക്കുമ്പം എനിക്ക് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും അവരവരുടേതായ എഫേർട്ട് കൊണ്ടുവരികയും ആ കളക്റ്റീവ് എഫേർട്ട് മുഖാന്തരം വലിയ ലാഭം ഉണ്ടാകുകയും ആ ലാഭം വ്യക്തിഗതമായി ഡിവൈഡ് ചെയ്ത് അവർക്ക് തന്നെ എടുക്കാം. വേറെ ആർക്കും ഒരു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് വ്യത്യസ്തമായി ആകെ ഉള്ളത് സർവീസ് മോട്ടീവായിട്ടായിരിക്കും ഇവരിത് ചെയ്യുന്നത്. അതിൻ്റെ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ്. ഇതിന് കൂടുതലായിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട്. ദ ബേസിസ് ഓഫ് കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. സ്വയം സഹായിക്കുക, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോടെ അതിൽ കിട്ടുന്ന മിച്ചം അവനവൻ്റെ ലാഭമായി മാറുക. ആൻഡ് ദ മോട്ടോ ഈസ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിതരാണെന്നർത്ഥം. എല്ലാവരും എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് അർത്ഥം. ഇറ്റ് ഈസ് ജനറലി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1912 ആൻഡ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഇത് രണ്ടും വർഷം കൂട്ടുകാരുടെ മനസ്സിലിരിക്കണം. 1912 ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, 1969 ആണ്
കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഈ 2 തീയതികളും മറക്കാതെ നിങ്ങളുടെ മനസ്സിലിരിക്കണം. വളരെ നീണ്ട ഒരു ടോപ്പിക് ആയിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കൃത്യമായി കൂട്ടുകാർ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തുടർന്നുള്ള ഈ ചാപ്റ്ററിലെ നിരവധിയായ ടോപ്പിക്കുകൾ മനസ്സിലാകുകയുള്ളൂ. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ 5 ടൈപ്പ് ഓഫ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമുക്കുള്ളത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ 5 എണ്ണം കൂടുതലായി മനസ്സിലാക്കാൻ ഇടയാകട്ടെ. ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ താഴെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കിടുക. വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.